നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ദമ്പായവൻ മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയില്ലാത്ത കായ്കനികൾ അൻപേറിയ തരുവിൽ വാഴായ്വതിന്നുഗതി നിൻ പാദഭക്തി ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 47-ാം പദ്യം. ഞാൻ കേമത്തം നടിക്കുന്നതാണ് മതം. മതത്തിൻ്റെ ഫലമായി മനസ്സ് നിരവധി ചിന്തകളിലും വികാരങ്ങളിലും പെട്ട് ഉഴലാൻ ഇടവരുന്നു. അതൊന്നും തനിക്കുണ്ടാകാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ദംഭായ വന്മരമതിനുള്ളിൽ നിന്ന് ചില കൊമ്പും തളിർത്തവധിയില്ലാത്ത കായ്കനികൾ എൻ പേരിലൊത്തരികിൽ വാഴായ്വതിന് ഗതി നിൻ പാദഭക്തി ഹരിനാരായണായ നമഃ. ദംഭായ വന്മരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയല്ലാത്ത കായ്കനികൾ എൻ പേരിലൊത്തരികിൽ വാഴായ്വതിന് ഗതി നിൻ പാദഭക്തി ഹരിനാരായണായ നമഃ. ദംഭായ വന്മരമതിനുള്ളിൽ നിന്ന്, മതമാകുന്ന വലിയ വൃക്ഷത്തിനുള്ളിൽ നിന്ന് ചില കൊമ്പും തളിർത്ത് പല അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളിരിട്ട് അവധിയില്ലാത്ത കായ്കനികൾ എണ്ണമറ്റ കാമ ക്രോധാദി വികാരങ്ങളാകുന്ന കായ്കളും കനികളും രൂപം കൊണ്ട് എൻ പേരിലൊത്തരികിൽ വാഴായ്വതിന്, എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് ഗതി നിൻ പാദഭക്തി, ഒരേ ഒരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ്. ഹരിനാരായണന് നമസ്കാരം. മതമാകുന്ന വലിയ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്നും ചില അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളിരിട്ട് എണ്ണമറ്റ കാമക്രോധാദി വികാരങ്ങളാകുന്ന കായ്കളും കനികളും നിറഞ്ഞ് എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് ഒരേ ഒരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ്. ഹരിനാരായണന് നമസ്കാരം. ദംഭായ വന്മരം. മതം പ്രധാനപ്പെട്ട ആസുരഭാവമാണ്. അതിനെ ഒരു വൻമരമായി ആചാര്യൻ രൂപണം ചെയ്തിരിക്കുന്നു. ഈ മരത്തിൽ തളിരിടുന്ന കൊമ്പുകളാണ് അഭിമാന ചിന്തകൾ. ആ കൊമ്പുകളിൽ നിറയുന്ന കായ്കളും കനികളുമാണ് കാമക്രോധാദി വികാരങ്ങൾ. ഈ ആസുര ചിന്തകളും വികാരങ്ങളും മനുഷ്യ ജീവിതത്തെ അപകടത്തിലാക്കുന്നത് എങ്ങനെയെന്ന് ഭഗവാൻ ഗീത 16-ാം അധ്യായത്തിൽ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ജഗത്തിൻ്റെ നിയന്താവായ ഈശ്വരനെ മതശാലികൾ മറക്കുന്നു. ഈ ലോകവും ഇവിടുത്തെ സുഖങ്ങളും മാത്രമാണ് സത്യമെന്നു കരുതി കാമപൂരണത്തിനായി ഒരുമ്പെടുന്നു. ആശാപാശങ്ങൾ എണ്ണമറ്റ് അവരെ ബന്ധിക്കുന്നു. ഇതു നേടി, ഇനി ഇതു നേടാനുണ്ട്. ആ ശത്രു നശിപ്പിക്കപ്പെട്ടു, ഇനിയും പല ശത്രുക്കളെയും നശിപ്പിക്കാനുണ്ട്. ഇങ്ങനെ പോകുന്നു അവരുടെ ചിന്താശാഖകളും വികാരഫലങ്ങളും. ഈ ലോകമോഹങ്ങളിൽ നിന്നും ചിത്തത്തെ പിന്തിരിപ്പിക്കാൻ
ഭഗവാങ്കൽ പരമപ്രേമരൂപത്തിലുള്ള ഭക്തിക്കല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. മതമാകുന്ന വൃക്ഷത്തിൽ തളിരിടുന്ന ലൗകികമായ ഏതുതരം അഭിമാനവും ഭക്തിക്കും ആത്മസാക്ഷാത്കാരത്തിനും തടസ്സമായി തീരുമെന്നാണ് 48-ാം ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.